പ്രാർത്ഥിക്കുകയാണ്. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം 17 വാക്യം ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 30 അധ്യായം 17 വാക്യം. ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ ആ വ്യക്തി എന്തിനോ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. എന്തായിരിക്കും ലയ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് തൊട്ടു താഴെയുള്ള വചനം വായിക്കുമ്പോൾ മനസ്സിലാകും. അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് 5ാമതൊരു മകനെ കൂടി നൽകി. അപ്പോൾ പ്രാർത്ഥിച്ച വിഷയം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച വിഷയം 5ാമതൊരു കുഞ്ഞിനെ കൂടിയാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് എഴുതിയത്, ലയായുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അവൾക്ക് 5ാമതൊരു മകനെ കൂടി നൽകി. പ്രാർത്ഥനയ്ക്ക് ഏതു വിഷയമാണോ ദൈവസന്നിധിയിൽ എടുത്തുവച്ച് പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തെ ദൈവം വലിയ അനുഗ്രഹമാക്കും എന്നതിൻ്റെ പ്രകടമായ കൃത്യമായ ഉത്തരമാണിത്. ഇനി ലയ പറയുന്ന മറ്റൊരു വചനമുണ്ട്. 30 അധ്യായം 20 വാക്യം. ലയ പറഞ്ഞ വാക്കാണ്, പ്രാർത്ഥിച്ച ലയ പറയുവാണ്, ദൈവം എനിക്ക് നല്ല ഒരു സമ്മാനം തന്നിരിക്കുന്നു. ദൈവം എനിക്ക് നല്ലൊരു സമ്മാനം. പ്രാർത്ഥിച്ച വ്യക്തി തന്നെ ഒരു സാക്ഷ്യമെന്ന പോലെ വിളിച്ചു പറയുന്നു, ദൈവം എനിക്ക് നല്ലൊരു സമ്മാനത്തെ തന്നിരിക്കുന്നു. ദൈവം എനിക്ക്, പ്രാർത്ഥിക്കുന്നവനെ ദൈവം അനുഗ്രഹം സമ്മാനമായി നൽകും, നന്മകൾ സമ്മാനമായി നൽകും. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോ കാര്യത്തിനൊക്കെയാണല്ലോ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഓരോ വിഷയത്തെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുവാണല്ലോ. വീടിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ചില നന്മകൾ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി നിങ്ങളും ഇതേപോലെ പറയുവാൻ ഇടവരും. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ദൈവം എനിക്ക് നല്ലൊരു സമ്മാനത്തെ തന്നിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന്, നിങ്ങളുടെ തലമുറയിലേക്ക് ദൈവം പ്രാർത്ഥനയ്ക്കുത്തരമെന്ന പോലെ സമ്മാനങ്ങളെ നൽകുന്ന, ദൈവാനുഗ്രഹങ്ങളെ നൽകുന്ന അനുഗ്രഹമുള്ള ഉത്തരം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക്